ബേക്കറിയിൽ കിട്ടുന്നതിനേക്കാളും 10 മടങ്ങ് രുചിയിൽ നല്ലൊരു മാർബിൾ കേക്ക് ഉണ്ടാക്കിയാലോ. ഇതൊരു പീസ് ഉണ്ടെങ്കിൽ വേറെ എന്താ നമുക്ക് ചായൻ്റെ കൂടെ വേണ്ടത് അല്ലേ. അപ്പം നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ഇതിന് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കുക. അതിലേക്ക് 2 കപ്പ് മൈദ, 250 ml കപ്പിന് 2 കപ്പ് മൈദയാണ് എടുത്തിന്. പിന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ച് മാറ്റി വെക്കാം. 3 തവണയെങ്കിലും അരിച്ചെടുക്കുക. ഇനി ഞാൻ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി ഒരു പാനിലേക്ക് 150 ml കപ്പിന് 1 കപ്പ് പാല്, 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് ചൂടാവാനായിട്ട് വെക്കുക. പാലൊന്ന് ചൂടായി ബട്ടർ ഒന്ന് മെൽറ്റായി കിട്ടണം. ചൂടാവുന്ന സമയം കൊണ്ട് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. അത് ചെറുതായിട്ടൊന്ന് ബീറ്റായി ഇതുപോലെ പത വരുമ്പോൾ 2 കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതുപോലെ നല്ല ക്രീം പരുവത്തിലാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റാക്കി കൊടുക്കുക. അതിനുശേഷം ബീറ്റർ ഒന്ന് മാറ്റി വെക്കുക. ഇനി നമ്മൾ ബീറ്റർ ഉപയോഗിക്കുന്നില്ല. ഇനി നമുക്ക് അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ടോ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആ ഒരു പത താണു പോകാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ചൂടാവാനായിട്ട് വെച്ച പാലൊന്ന് ചൂടായി ബട്ടറെല്ലാം ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അത് ചൂടോടെ തന്നെ ഇടവിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക, പാലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇടവിട്ട് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പൗഡറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചില്ലേ, അതിലേക്ക് ഈ ഒരു വാനില ബാറ്ററിൽ നിന്നും കുറച്ച് മാത്രം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ പകുതി കൊക്കോ പൗഡറിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് പകുതി ഈ ഒരു ബാറ്ററും റെഡിയാക്കി എടുക്കുക, പകുതി വാനില ബാറ്ററും റെഡിയാക്കി എടുക്കുക. ഞാൻ പക്ഷേങ്കിൽ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഏത് കേക്ക് ടിന്നിലാണോ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ആ ഒരു കേക്ക് ടിന്നിലേക്ക് ഞാൻ 9 ഇഞ്ചിൻ്റെ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിന്. സൈഡിലും അടിയിലും ഒക്കെ ബട്ടർ സ്പ്രെഡ് ആക്കിയതിന് ശേഷം ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് ഇതിയോളം വാനില ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് ഇതുപോലെ ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ചോക്ലേറ്റ് ബാറ്റർ ഉണ്ടല്ലോ, അത് ഞാൻ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ച് കൊടുത്താലും മതി. അത് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും വാനില ബാറ്റർ ആക്കി കൊടുക്കുക. അങ്ങനെ ബാറ്റർ രണ്ടും തീരുന്നത് വരെ ഈ ഒരു രീതിയിൽ ആക്കിയതിന് ശേഷം ഞാനിതാ മുകളിലായിട്ട് ചോക്ലേറ്റ് ബാറ്ററാണ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്റ്റിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ആക്കി കൊടുക്കുക. ഈ ഒരു രീതിയിൽ ആക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കിയ ഓവനിൽ കേക്കിന് വെച്ചതിന് ശേഷം 160 ഡിഗ്രിയിൽ 40-45 മിനിറ്റാണ് ഈ ഒരു കേക്ക് ബേക്ക് ആവാനായിട്ട് ടൈം എടുക്കുക. കേക്ക് ബേക്ക് ആയതിനു ശേഷം ഞാനിതാ ഓവനിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂട് പോയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് ചൂട് പോയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. ഇല്ലാത്തവർക്ക് പാത്രത്തിലും ബേക്ക് ചെയ്തെടുക്കുക. അങ്ങനെ അടിപൊളിയായിട്ടുള്ള മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബേക്കറിയിൽ കിട്ടുന്നതിനേക്കാളും രുചിയുള്ള കേക്കാണിത്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ.